2000 തുടക്കകാലങ്ങളിൽ ജയറാം ഫാമിലി ഓഡിയൻസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറായിരുന്ന സമയം പുള്ളി ഒരു കിടിലൻ വില്ലൻ വേഷം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനൊരു വേഷം വളരെ വൃത്തിക്ക് ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട് ജയറാം. 2000 റിലീസ് ചെയ്ത നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന സിനിമയിലെ പ്രൊട്ടഗോണിസ്റ്റായ ഗോവിന്ദൻ ആക്ച്വലി ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ചെറുപ്പത്തിൽ അനുഭവിക്കേണ്ടി വന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നാട് വിടേണ്ടി വന്ന് പഠിക്കേണ്ട പ്രായത്ത് പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്നു വരുന്ന ഗോവിന്ദൻ ജീവിതത്തിൽ ഒരു വില്ലനായി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്വന്തം അച്ഛനെ ചതിച്ചു കൊന്നവരോടുള്ള തീർത്താൽ തീരാത്ത പകയും ദേഷ്യവും എല്ലാം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തോടുണ്ടാവുന്ന വാശിയും ഗോവിന്ദനെ വല്ലാതെ റഫ് ആൻഡ് ടഫാക്കി മാറ്റുന്നുണ്ട്. അച്ഛൻ്റെ കൊലയാളിയെ ജയിലിൽ പോയി കണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ജയിലിൽ നിന്ന് റിലീസാവുന്ന ദിവസം തന്നെ അയാളെ കൊന്നുകളയാൻ വേണ്ടി സ്വർണം കൊണ്ട് പണിത കത്തിയുമായി കാത്തിരിക്കുന്ന ഒരു നായകനെ പറ്റി സങ്കല്പിക്കാൻ പറ്റുമോ? അയാളുടെ മനസ്സിലുള്ള വെഞ്ചൻസിൻ്റെ ഇൻറ്റൻസിറ്റി അത്രമാത്രമാണ്. മകൻ്റെ ഈ കാര്യങ്ങളിലൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും അവൻ്റെ അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനോ അവനെ പിന്തിരിപ്പിക്കാനോ കഴിയുന്നില്ല. ഈ ഒരു സിനിമയിൽ ജയറാം അന്ന് വരെ ചെയ്തതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലും അപ്പിയറൻസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡിലും ആ ഒരു വില്ലനിസം അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നതും ഇതിലെ വലിയൊരു പ്രത്യേകതയാണ്. സുരേഷ് പൊതുവാൾ തിരക്കഥ എഴുതിയിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജസേനനാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം മലയാളത്തിലെ ആക്ടേഴ്സ് വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടും ഡിസേർവിംഗ് ആയ അംഗീകാരം കിട്ടാതെ പോയ ക്യാരക്ടേഴ്സിനെ പറ്റിയാണ്. ഇത് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് യോധയിലെ ദമയന്തിയാണ്. മോഹൻലാൽ അവതരിപ്പിച്ച അശോകൻ എന്ന കഥാപാത്രം നേപ്പാളിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിലെ സീൻസൊക്കെ കാണിക്കുന്ന സമയത്ത് അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഊർവശിയുടെ ദമയന്തി. മോഹൻലാൽ ഊർവശി ഹിറ്റ് കോംബോ ഒരുപാട് കണ്ട് ആസ്വദിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിലും ഇതിൽ ദമയന്തി പെയർ ചെയ്തിരിക്കുന്നത് അരശുമുട്ടിൽ അപ്പുക്കുട്ടനായിട്ടാണ്, അതായത് ജഗതി ചെയ്ത ക്യാരക്ടർ. പെർഫോമൻസ് വൈസ് ഊർവശി നല്ല രീതിയിൽ ഈ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും സ്ക്രീൻ ടൈം കുറവായതുകൊണ്ടായിരിക്കണം ഈ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ ഊർവശി എന്ന നടിയുടെ കരിയറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയായി മാറിയേനെ യോധ. ഇനി അടുത്തത് വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതിയിലെ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച മാണിക്കുഞ്ഞ് എന്ന ക്യാരക്ടറാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമക്കഥ പറഞ്ഞ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി വളരെ മികച്ച ഒരു സിനിമയായി ഓഡിയൻസ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇതിലെ പെർഫോമൻസിന് ദിലീപ് 2011 സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിയിട്ടുണ്ട്. തൻ്റെ അച്ഛൻ ഡയറക്റ്റ് ചെയ്തൊരു സിനിമ വർഷങ്ങൾക്കിപ്പുറം റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മകൻ്റെ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. തൻ്റെ അച്ഛൻ ഏറെ പ്രതീക്ഷയോടെ സംവിധാനം ചെയ്തൊരു സിനിമ പല ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്താലും മറ്റു പല പ്രതികൂല സാഹചര്യങ്ങളാലും പുറത്തിറങ്ങാതെ പോവുകയും മലയാളത്തിലെ ഒരു മികച്ച സംവിധായകനായി മാറേണ്ടിയിരുന്ന തൻ്റെ അച്ഛനെ ആരും അംഗീകരിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയും അവസാനം ആ ദൗത്യത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന മാണിക്കുഞ്ഞ് ഈ സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. ദിലീപിൻ്റെയും മനോജ് കെ ജയൻ്റെയും കാവ്യമാധവൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ വളരെ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുമ്പോൾ ഇന്ദ്രജിത്ത് തൻ്റെ കരിയറിൽ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായ മാണിക്കുഞ്ഞിനെ പലപ്പോഴും നാം മറന്നു പോകുന്നു. ഇനി അടുത്തത് സൂത്രധാരൻ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം എല്ലാവരും പരാമർശിക്കുന്ന ഒരു ക്യാരക്ടർ അത് ബിന്ദു പണിക്കർ ചെയ്ത ദേവയാനിയാണ്. പക്ഷേ അതിൽ മറ്റൊരു കഥാപാത്രമുണ്ട്, അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അത് കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച മണിയണ്ണനാണ്, ദേവയാനിയുടെ വലം കൈയായ മണിയണ്ണൻ. ആ സിനിമയിലെ പല സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ദേവയാനി ആദ്യമേ വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. ദിലീപിൻ്റെ രമേശൻ എന്ന കഥാപാത്രത്തിന് വധഭീഷണി ഉണ്ടാകുന്ന സമയത്ത് ദേവയാനി മണിയണ്ണനെയാണ് കാവലിനായി ഏൽപ്പിക്കുന്നത്. ഇയാളെ കൊണ്ട് വല്ല നടക്കുമോ എന്നൊരു സംശയത്തോടു കൂടി അവിടെ നിൽക്കുന്ന ഒരാളെ രമേശൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ മണിയണ്ണൻ്റെ പാസ്റ്റ് മെൻഷൻ ചെയ്യുന്നതൊക്കെ ആ ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ ജോലിക്കാരനായി തോന്നുമെങ്കിലും മണിയണ്ണൻ എന്ന ഈ ക്യാരക്ടറിന് ഒരുപാട് ലെയറുകൾ ഉള്ളതായി തോന്നിയിട്ടുണ്ട്. ഇതുപോലെ അണ്ടർ റേറ്റഡ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ക്യാരക്ടർ റോൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ?